പാലായിലെ സാംസ്കാരിക സംഘടനയായ CYML-ന്റെ ആസ്ഥാന മന്ദിരം തകർന്ന നിലയിൽ പാലാ കുരിശുപള്ളിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം രാത്രിയുടെ മറവിൽ ആരോ തകർത്തതായി CYML പ്രവർത്തകർ പറഞ്ഞു. 1947 മുതൽ 47 ഓഗസ്റ്റ് 15-ന് തുടങ്ങിയ ഒരു സംഘടനയാണ്. എൻ്റെയൊക്കെ പിതാക്കന്മാരാണ് ഇതിൻ്റെ സംഘാടകരും സ്ഥാപകരും. ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. രാത്രി ഒരു 1:30 അയൽവക്കക്കാരൊക്കെ ശബ്ദം കേട്ടു, ഭീകരമായ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു. ഇതെന്തോ തകർത്താണ്, സാമൂഹ്യ വിരുദ്ധർ തകർത്തതാണ്. എന്തിനാണ് അവരുടെ ഉദ്ദേശം, എന്താണ് ലക്ഷ്യം എന്താണെന്ന് അറിയില്ല. കാരണം ഇതുപോലെ പാലായിലെ എല്ലാ സാംസ്കാരികമായ പരിപാടികളിലും പള്ളിയുടെ പരിപാടികളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പാലാ CYML. ഒരു 70-80 വയസ്സുള്ള പാലാക്കാരോട് ചോദിച്ചാൽ അറിയാം പാലാ CYML എന്താണെന്ന്. ഏതായാലും ഞങ്ങൾക്ക് വളരെയധികം പ്രതിഷേധമുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ നമ്മുടെ എല്ലാ അംഗങ്ങളും 1947 ആഗസ്റ്റ് 15-ന് പ്രവർത്തനം ആരംഭിച്ച CYML പാലായിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമാണ്. സാമൂഹ്യ വിരുദ്ധരാണ് കെട്ടിടം തകർത്തതെന്ന് CYML ഭാരവാഹിയായ സതീഷ് മണക്കാട് പറഞ്ഞു. പുലർച്ചെ 1:30-യോടെയാണ് കെട്ടിടം തകർന്നത്. സംഭവത്തിൽ CYML പ്രവർത്തകർ പ്രതിഷേധിച്ചു. കറുത്ത ബാഡ്ജ് ധരിച്ചാണ് പ്രവർത്തകർ സ്ഥലത്തെത്തിയത്. സംഘടനാ വൈസ് പ്രസിഡന്റ് സോണി വലിയകാപ്പിൽ, ജനറൽ സെക്രട്ടറി റജി ജോർജ്, സെക്രട്ടറി സജി അഗസ്റ്റിൻ പുളിക്കൽ, ട്രഷറർ അനൂപ് കൻസൺ വലിയകാപ്പിൽ, കമ്മിറ്റി അംഗങ്ങളായ ക്ലീറ്റസ് ഇഞ്ചിപ്പറമ്പിൽ, സന്തോഷ് മണക്കാട്, CB കുറ്റിയാങ്കൽ, സാജൻ മാത്യു, ഫെലിക്സ് ഡിക്സൺ, ജോണി പന്തപ്ലാക്കൽ, അജി തോമസ്, ലിജോ ജോയി, ഷാജി മാത്യു, ബിജു ജോസഫ്, K. മാത്യു കുട്ടമ്പുഴ എന്നിവർ പങ്കെടുത്തു.